സേതു എന്നുള്ള എഴുത്തുകാരൻ അർഹിക്കുന്നുണ്ടെങ്കിൽ അവാർഡ് തന്നാൽ മതി. ഇടതിൻ്റെ അനുഭാവിയായതുകൊണ്ട് എഴുത്തച്ഛൻ അവാർഡ് കിട്ടിയെന്ന് പറയുന്നത് കേൾക്കാൻ എനിക്ക് ഇഷ്ടമില്ല. സതീശൻ നന്നായിട്ട് വായിക്കുന്ന ആളാണ്. എൻ്റെ എല്ലാം വായിച്ചിട്ടുണ്ട് പുള്ളി. അല്ല, എനിക്ക് എൻ്റെ പൊളിറ്റിക്കൽ ബിലീഫുണ്ട്. പക്ഷേ ഞാനത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഏതെങ്കിലും ഒരു ഇതിനെ ചാരി നിൽക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എനിക്ക് എൻ്റേതായ സ്വാതന്ത്ര്യം വേണം. കാരണം നമുക്ക് ഇടതിൻ്റെ അനുഭാവിയായതുകൊണ്ട് എഴുത്തച്ഛൻ അവാർഡ് കിട്ടിയെന്ന് പറയുന്നത് കേൾക്കാൻ എനിക്ക് ഇഷ്ടമില്ല. സേതു എന്നുള്ള എഴുത്തുകാരൻ അർഹിക്കുന്നുണ്ടെങ്കിൽ അവാർഡ് തന്നാൽ മതി. എനിക്ക് ഇതൊക്കെ കിട്ടിയ അത്ഭുതമാണ്. എല്ലാ അവാർഡ് കിട്ടിയപ്പോൾ അത്ഭുതമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളങ്ങനെ ഒന്നും മോഹിച്ചിട്ടില്ല. കാരണം ഇതൊക്കെ കുറേ അധികം നമ്മൾ ഹിയർസയാണ്. നമ്മൾ ഈ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ അതിൻ്റെ പുറകിൽ ഇതായിരിക്കും. എനിക്കറിയില്ല എങ്ങനെ ഈ അവാർഡ് വന്നത്, എനിക്കറിയില്ല. അതൊക്കെ പിന്നെ ഞാനങ്ങനെ എനിക്ക് എല്ലാ പാർട്ടിയിലും ഫ്രണ്ട്സുണ്ട്. ഇപ്പം രാജീവ് നല്ല സുഹൃത്താണ്. VD സതീശൻ എൻ്റെ നാട്ടുകാരന് എൻ്റെ പറവൂരിച്ച് MLA ആണ്. സതീശൻ നന്നായിട്ട് വായിക്കുന്ന ആളാണ്. എൻ്റെ എല്ലാം വായിച്ചിട്ടുണ്ട് പുള്ളി. മാത്രമല്ല പുള്ളി ഓർഹൻ ബാമൊക്കെ വരെ വായിച്ചിട്ടില്ല. നന്നായിട്ട് ഓർമ്മയുണ്ടായത്. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് പേരുണ്ട്. സതീശൻ സുഹൃത്താണ്. രാജീവിനോട് എപ്പോൾ വേണമെങ്കിൽ വിളിച്ച് സംസാരിക്കും. രാജീവും കുറച്ച് വായിച്ചിട്ടുള്ള ആളാണ്. ഇപ്പോൾ ആലിയെ പറ്റി ആദ്യം എഴുതിയത് രാജീവാണ്. പക്ഷെ അതുകൊണ്ട് ഇവർക്കോട് ഞാൻ ലോയലാന്ന് ഞാൻ പറയാൻ പറ്റില്ല. പിന്നെ അങ്ങനെയൊക്കെ മേടിച്ചെടുക്കുന്ന അവാർഡുകൾക്കും അംഗീകാരങ്ങൾക്കും അതിൻ്റെ ഷോർട്ട് ലൈഫ് എടുക്കും. ഇപ്പം ഞാൻ NBT പോയപ്പോൾ ചിലരൊക്കെ പറഞ്ഞു അത് എവിടെ ഡൽഹി പോയി സാധിച്ചെടുത്തതാണെന്നൊക്കെ. കാരണം ഞാൻ അവരെ തെറ്റ് പറയില്ല. പൊതുവേ നമ്മുടെ സമൂഹത്തിൻ്റെ പോക്ക് അങ്ങനെയാണ്. അതുപോലൊരു ഞാൻ NBT ചെയർമാനായിട്ട് പോകുമ്പോൾ കേരളത്തിൽ മിനിമം ഒരു 1 കോടി റൈറ്റേഴ്സെങ്കിലും വിചാരിക്കും അവർക്കും ആകാമെന്ന്. അല്ലേ? ഇയാൾക്ക് എന്താണെങ്കിലും തോന്നില്ലേ? അപ്പം അതുകൊണ്ട് ബട്ട് കപിൽ സിബൽ പറഞ്ഞു യു ഹാവ് വണ്ടർഫുൾ ക്രെഡൻഷ്യൽസ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് തോന്നി ദ വേ ദേ സെലക്ടഡ് മീ. കാരണം ഈ വയലായിട്ട് ചെയ്യുന്നവർക്ക് ബാങ്കിലൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ റയറായിട്ടുള്ള ഉണ്ടാവുള്ളൂ. 2-3 IAS-കാരുണ്ടായിരുന്നു. ഒരു ഒറീസയിൽ മഹാപാത്ര ഉണ്ടായിരുന്നു. പിന്നെ വേറൊരാൾ. അവരൊക്കെ ചെയർമാന്മാരായിരുന്നു. അവരുടെ പീരിയഡിൽ കാര്യമായൊരു സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് ഇല്ല. അവരൊക്കെ അവിടെ വന്ന് ബോർഡ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് പോയി. അഴീക്കോട് മാഷ്, ആനന്ദമൂർത്തി, അവരൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല. അവർ നല്ല ഫിഗർ ഹെഡായിരുന്നു. പിന്നെ അഴീക്കോടുണ്ടായിരുന്നു. അഴീക്കോട് അവിടെ ചെല്ലും. അഴീക്കോടിനെ ആരെങ്കിലും പ്രസംഗിക്കാൻ വിളിച്ചിട്ട് പോകും. NBT ഓഫീസിലൊന്നും പുള്ളി ഇരിക്കാറില്ല. 27 വർഷമായിട്ട് എഴുതുകയാണ്. എങ്ങനെയാണ് ആരെങ്കിലും സാറ്റിസ്ഫൈഡ് ആകുമോ? ആരെങ്കിലും സാറ്റിസ്ഫൈഡ് ആകുമോ? ഇതെന്താണെന്ന് വെച്ചാൽ there is nothing like satisfaction because basically you are trying to satisfy yourself but you can't satisfy because നമുക്ക് കുറച്ചും കൂടെ ഭേദമായിട്ട് എഴുതാമായിരുന്നു. അല്ലെങ്കിൽ ഈ ഒരു നോവൽ ഇപ്പം നമ്മൾ ഈ നോവലൊക്കെ എഴുതി കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ട് പാണ്ഡവരൊക്കെ എനിക്ക് റീറൈറ്റ് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി. പക്ഷേ പിന്നീട് തോന്നിയത് മണ്ടത്തരം വന്നു. അതിനൊക്കെ അതിൻ്റേതായൊരു റെലവൻസ് കഴിഞ്ഞു. ബിക്കോസ് ഇറ്റ് ഹസ് കം ടു സ്റ്റേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പക്ഷേ 2-3 നോവൽസൊക്കെ ഞാൻ പിന്നെ കുറച്ചൊന്ന് എഡിറ്റ് റീറൈറ്റ് ചെയ്തു. പക്ഷേ അത് എൻ്റെ കുറച്ച് ബൾക്കി ആയതുകൊണ്ടാണ്. അല്ലാതെ സാറ്റിസ്ഫൈഡ് എന്നല്ല, ഒരിക്കലും സാറ്റിസ്ഫൈഡ്. സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഒരു മിറാഷാണ്. വാസ്തവത്തിൽ ഒന്നുമില്ല. വാസ്തവം ആരും സാറ്റിസ്ഫൈഡ് അല്ല. 50 വർഷത്തിനിടയ്ക്ക് മലയാളിയുടെ സാഹിത്യ ആസ്വാദനത്തിൽ അല്ല, അതിൽ മാറ്റങ്ങൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. മലയാളി മാത്രമല്ല, നമ്മൾ ഗ്ലോബലായിട്ടും നോക്കിക്കോളൂ. ഇപ്പോൾ ഡിജിറ്റൽ വരുമ്പോൾ ആദ്യം എല്ലാവർക്കും പേടിയായിരുന്നു. ഇന്നിപ്പോൾ എല്ലാവരും ഡിജിറ്റലൊക്കെ വായിക്കുന്നില്ലേ? കുട്ടികളൊക്കെ മുഴുവൻ കിൻഡലിലല്ലേ കൊണ്ട് നടക്കുന്നേ. ആദ്യം പേടിയാണ്. ഇപ്പോൾ എന്തിനാണ് പേടിക്കുന്നത്? വായന കുറവാന്ന് പറഞ്ഞ് വായന പണ്ടത്തെ പോലെ ലൈബ്രറിയിലും പോയി ആരും വായിക്കുന്നില്ല. താല്പര്യമുള്ള വായിക്കും. ഇനി പഴയ വായനശാല സംസ്കാരമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പ്രതീക്ഷിക്കാൻ വേണ്ട. പുസ്തകം വിൽക്കണ്ട, ഇഷ്ടം പോലെ വിൽക്കണ്ട. ആർക്കും വായിക്കേണ്ട ആർക്കറിയാം? ലൈബ്രറികളിൽ പോയാൽ കുറേ മിഡിൽ ഏജിലും പ്രായവരും മാത്രമേ ഉള്ളൂ.
OTT-യിൽ പതേ പണി. അല്ലല്ല, അടുത്ത കാലത്തൊക്കെ ഞാൻ കണ്ട 2 ഹിന്ദി സിനിമകൾ 12th ഫെയിൽ എന്ന് പറഞ്ഞു. നല്ല 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 സിനിമ. പിന്നെ രാം ബഹാദൂർ എന്ന് പറഞ്ഞിട്ട് മാനിക് ഷായുടെ, അത് നല്ല ബ്യൂട്ടിഫുൾ ഫിലിം, അസാധ്യ ആക്ടിങ്.